ഹായ് ഓൾ, ഡിഗ്രി യോഗ്യതയുള്ളവർക്കും എഴുതാൻ കഴിയുന്ന ഒരു LGS പരീക്ഷ നമ്മുടെ PSC നടത്തുന്നുണ്ട്. അതാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGSന്റേത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പലരും പഠിച്ചു തുടങ്ങിയവരുണ്ട്, എങ്ങനെ പഠിക്കും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, ഇനി ആദ്യമായിട്ട് ഇത്തരം ഒരു പരീക്ഷയെ നേരിടാൻ വേണ്ടി പോകുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും ആശങ്കകളുണ്ട്, ഇതിനെ എങ്ങനെയൊന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും. കാര്യം കമ്പനി ബോർഡ് LGS പഠിച്ചാൽ ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റാണ്. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പറയുന്നത് പോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു അനിയനായിട്ട് വരും ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാര്യം ഇവര് രണ്ടുപേരും ഒരേ കുടുംബത്തിൽ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും, അതായത് ഈ രണ്ട് പോസ്റ്റുകൾക്കും, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് LGSനും ധാരാളം നിയമനങ്ങൾ നടക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആസ്പിറൻസിനൊക്കെ ഇത് പഠിക്കാനായിട്ട് താല്പര്യം ഏറെയുമാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമുക്കറിയാം നമ്മുടെ PSC ഇപ്പൊ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആണ്. നോട്ടിഫിക്കേഷൻസ് വരുന്നതും എക്സാംസ് നടക്കുന്നതും ഒക്കെ വളരെ വളരെ വേഗത്തിലാണ്, പെട്ടെന്ന് തന്നെയാണ്. അപ്പൊ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം വരെ അധിക സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു 4 മാസം ഒക്കെ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു പഠനമായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാം നേരാവണ്ണം നോക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തു വെക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കുക. കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിൽ അപ്പോഴേക്കും നമ്മൾ എത്തിച്ചേരും. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മളൊരു കൃത്യമായ ട്രാക്കിൽ എത്തിച്ചേരും. ആ കൃത്യമായ ട്രാക്കിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചു തീർത്ത് നല്ല രീതിയിൽ റിവിഷനും റിവിഷനും ഒക്കെ നടത്തി വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റും, എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റും. കാരണം എപ്പോഴും പറയുന്നത് തന്നെ, ഈ പരീക്ഷ എഴുതി നിങ്ങൾ ലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോ മറ്റുള്ള LGS പോസ്റ്റുകൾ നമുക്കറിയാം ഡിഗ്രി ഹോൾഡേഴ്സിൽ എഴുതാൻ പറ്റില്ല അല്ലെ. പക്ഷേ കമ്പനി ബോർഡ് LGSന്റേത് എന്തുണ്ട്, ഡിഗ്രി ഹോൾഡേഴ്സിനും എഴുതാൻ പറ്റിയ ഒരു LGS പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് സബ്ജക്ട്സിലെ പോലെ ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകളൊന്നും ഇതിൽ വരുന്നില്ല, ഇതിന്റെ സിലബസിൽ വരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സ്, ഇപ്പോൾ നിങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ട് വന്ന സബ്ജക്ട്സുകളെ തന്നെ നിങ്ങൾക്കൊന്ന് പൊടി തട്ടി എടുത്താൽ മതിയാകും എന്നത് ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 150 ദിവസങ്ങൾ കൊണ്ട് ഈ കമ്പനി ബോർഡ് LGSന്റെ ഹോൾ സിലബസ് കവർ ചെയ്ത് റിവിഷനും നടത്തി PYQ പ്രാക്ടീസും നടത്തി മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് എക്സാമിന് പോകാൻ റെഡി ആയിട്ട് ഇരുന്നാൽ എങ്ങനെയുണ്ടാകും, വളരെ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടുമ്പം എന്തും വരട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ ഏത് ചോദ്യം എവിടുന്ന് ചോദിച്ചാലും നമ്മൾ എഴുതാൻ പാകത്തിന് തയ്യാറായിട്ടായിരിക്കും ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നമ്മൾ എത്താനായിട്ട് പോകുന്നത്. എപ്പോഴും ആലോചിക്കുക, കൺസിസ്റ്റൻസി ഇസ് ദ കീ അല്ലെ. നമ്മൾ എവിടെ എന്ത് ഉദ്യമത്തിന് തയ്യാറെടുക്കുന്നെങ്കിലും കൺസിസ്റ്റൻസി ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ലെ. നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. ആ ഒരു തുടർച്ച, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു തുടർച്ച നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഒരു തുടർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള 150 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പിന്നീട് ലഭ്യമാക്കി തരും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും എക്സാം പാക്കും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് 150 ദിവസം കൊണ്ട് വരുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പഠിക്കാം. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആദ്യം സിലബസിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. 100 മാർക്കിന്റെ പരീക്ഷയാണ്, 100 ചോദ്യങ്ങളാവും ഉണ്ടാവുക, ഇത് നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് ജനറൽ നോളജ് ആണ് കേട്ടോ. പൊതുവിജ്ഞാനം 40 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. GKയുടെ ഭാഗത്ത് നിന്ന് 40 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതിന്റെ ഉള്ളിലാണ് ഹിസ്റ്ററിയും ജിയോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ആർട്ട് കൾച്ചർ ലിറ്ററേച്ചറും സയൻസ് ആൻഡ് ടെക്നോളജിയും ഒക്കെ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് ആനുകാലിക വിഷയങ്ങൾ. അതായത് 20 മാർക്കിന് കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. പിന്നെ 10 മാർക്കിന് സയൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിന്ന് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്കുണ്ട്. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും അഥവാ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതിൽ നിന്നും ഒരു 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ സിലബസ് ഒന്നും കൂടി ഒന്ന് നോക്കുക.
ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് എന്ത് വേണം? സിലബസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം. അത് ആരാണെങ്കിൽ തന്നെയും, അതായത് നിങ്ങൾ പഠിച്ച് കുറെ കാലമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾക്കുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ PSC പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളാണെങ്കിലും, ഏതാളാണെങ്കിലും ഏത് പരീക്ഷയ്ക്കും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സിലബസിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ, അറിവ് നമുക്കുണ്ടാകണം. അപ്പൊ മനസ്സിലാക്കുക, 40 മാർക്കിന്റെ GK, 20 മാർക്കിന്റെ കറണ്ട് അഫെയർ, 10 മാർക്കിന്റെ സയൻസ്, 10 മാർക്കിന് പൊതുജനാരോഗ്യം, 20 മാർക്കിന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ സിലബസിനെ എങ്ങനെ നമ്മൾ 150 ദിവസങ്ങൾ കൊണ്ട് പഠിക്കും എന്ന് നോക്കാം. അപ്പൊ ഈ 150 ദിവസത്തെ സിലബസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ഈ ഒരു 150 ദിവസങ്ങളെ 4 ഫേസുകളായിട്ട്, 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 4 ഘട്ടങ്ങളിലൂടെ 150 ദിവസങ്ങളിലൂടെ നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ ഇത് കൃത്യമായിട്ട് ഇടവേളകളൊന്നുമില്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാതെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 150 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സിലബസിനെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ കയ്യിൽ വളരെ ഒതുങ്ങുന്ന രീതിയിൽ, നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സാം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഈ 150 ദിവസം കഴിയുമ്പോൾ വെറുതെ സിലബസ് കവർ ചെയ്യണോ ചെയ്യുന്നേ? അല്ല, റിവിഷനും മോക്ക് ടെസ്റ്റുകളും വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിനായിരിക്കും ഈ ഒരു സിലബസിന്റെ ഒരു ഘടന പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ വളരെ വേഗത്തിൽ പഠിച്ചു പോകാം. നോട്ടിഫിക്കേഷൻ, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, നമുക്ക് അതിന്റെ ഇടയിൽ നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേ പോകാം. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം എന്താ? നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങി അല്ലെ? അപ്പോ വളരെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇടയിൽ വെച്ച് മടുത്തു പോകാതിരിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മോട്ടിവേഷൻ ഒക്കെ കേട്ട് ഊർജ്ജമൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് അഫെയറും PYQസും ഒക്കെ നോക്കി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ 150 ദിവസങ്ങൾക്കപ്പുറം ഈ ഒരു സിലബസിൽ മാസ്റ്റേഴ്സ് ആയിട്ട് മാറും. അപ്പൊ ഈ 4 ഫേസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 4 ഫേസുകൾക്കകത്ത് എങ്ങനെയൊക്കെ, ഏതൊക്കെ സബ്ജക്ട്സിന് എത്രയൊക്കെ ദിവസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. GK പഠിക്കാനായിട്ട് 50 ദിവസങ്ങൾ, 150 ദിവസങ്ങളിലെ 1/3 ഭാഗവും നമ്മൾ GK പഠിക്കാൻ എടുക്കുകയാണ്. 50 ദിവസങ്ങൾ നമ്മൾ GK പഠിക്കാൻ എടുക്കുന്നു. നമ്മുടെ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് 20 ദിവസങ്ങളാണ് വെച്ചിട്ടുള്ളത്. സയൻസ് പഠിക്കാൻ 30 ദിവസങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, സയൻസ് 10 മാർക്കിനല്ലേ ഉള്ളൂ, എന്തിനാണ് ഈ 30 ദിവസം വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, സയൻസ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ധാരാളം ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മുൻവർഷ പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. SCERTയിൽ നിന്നും കടന്ന്, അതൊരു 10th ലെവൽ പരീക്ഷയാണെങ്കിൽ പോലും SCERTയിൽ നിന്നും കടന്ന് NCERT വരെ എത്തി നിൽക്കുന്ന രീതിയിൽ സയൻസ് വിഷയങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഫിസിക്സിലും കെമിസ്ട്രിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമ്മൾ കൂടുതൽ സമയം അതിനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ സയൻസിന് 30 ദിവസമാണ്. പൊതുജനാരോഗ്യം 10 ദിവസം കൊണ്ട് പഠിക്കാം. നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നമുക്കൊരു 30 ദിവസം കൊണ്ട് പഠിക്കാം. ഏറ്റവും ഒടുവിൽ അപ്പൊ 140 ദിവസങ്ങളെ ആയിട്ടുള്ളൂ അല്ലെ? 50 ദിവസം GK ആണ്, 20 ദിവസം കറണ്ട് അഫെയർ ആണ്, 30 ദിവസം സയൻസിനും 10 ദിവസം പൊതുജനാരോഗ്യത്തിനും, 30 ദിവസം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് നമ്മൾ എടുക്കുന്നു. 140 ദിവസങ്ങൾ. ഏറ്റവും ഒടുവിൽ ഒരു 10 ദിവസം നമ്മൾ എടുക്കുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ്. 10 ദിവസങ്ങള് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അവിടെയാണ് ആ റിവിഷന്റെ സമയത്താണ് നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ നമ്മുടെ പഠനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മേക്കപ്പ് ചെയ്ത് പോകാനും പറ്റും. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠനം ആരംഭിക്കുന്നതിന്റെ ഒരു ഗുണം അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം എന്താ? അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ പഠിച്ച് ഏകദേശം ഒരു ലെവൽ എത്തിയിട്ടുണ്ടാകും. അപ്പൊ വീണ്ടും നമുക്ക് പഠിച്ച് നമ്മുടെ ഒരു ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം റിവിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മൾ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും നോക്കാനുള്ള ഒരു സമയം കൂടി കിട്ടും. യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് എന്താ? നോട്ടിഫിക്കേഷൻ വരട്ടെ, ലാസ്റ്റ് ഡേറ്റ് അറിയട്ടെ, എക്സാമിന്റെ ഡേറ്റ് വരട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കാറുള്ളത് അല്ലെ? നമ്മൾ മടി പിടിച്ച് ഉഴപ്പി നമ്മൾ ഇരിക്കാറുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പരീക്ഷയുടെ ഡേറ്റും ഇങ്ങ് വരും. പിന്നെ ഒരു വെപ്രാളം പിടിച്ചൊരു ഓട്ടപ്പാച്ചിലായിരിക്കും. അവസാനം ഒന്നും പഠിക്കാനും പറ്റില്ല, എവിടൊക്കെയോ എന്തൊക്കെയോ നോക്കി എന്നുള്ള അവസ്ഥ മാത്രം എത്തും. നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് നന്നായിട്ട് എഴുതുവോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് പിന്നെ എന്ത് ചെയ്യും? നമുക്ക് റിഗ്രറ്റ് വരും അല്ലെ? നമ്മൾ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാമായിരുന്നു എന്നൊക്കെയുള്ള റിഗ്രറ്റ് നമുക്ക് വരും. അപ്പൊ ഈ ഒരു എക്സാമിന്റെ കേസിൽ, കമ്പനി ബോർഡ് LGSന്റെ കേസിൽ ആ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഒരിക്കലും പാടില്ല.
കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ വീണ് കിട്ടുന്ന വലിയ അവസരങ്ങളാണ്. ഒരു ഗവൺമെന്റ് ജോലി മോഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വീണ് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് പോലും എഴുതാമെന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ അഡ്വാൻറ്റേജിന്, ആ അവസരത്തെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫേസ് 1 ഇനി ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു 4 ഫേസുകളായിട്ടാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്ത് പോയേക്കുന്നത്. അപ്പൊ ആദ്യത്തെ 100 ദിവസങ്ങൾ 150 ആദ്യത്തെ 100 ദിവസങ്ങൾ നമ്മൾ ഫേസ് 1 ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഫേസ് 1 നമ്മൾ ആരെയൊക്കെയാ പഠിക്കുന്നതെന്ന് അറിയാമോ? പൊതുവിജ്ഞാനം, ആനുകാലികം, സയൻസും. ഇത് മൂന്നും നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഒരു വിഭാഗമാണ് പൊതുവിജ്ഞാനവും ആനുകാലികവും സയൻസും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 100 ദിവസങ്ങൾ ഫേസ് 1 എന്ന് പറയുന്നത് ഈ 3 സബ്ജക്ട്സുകളെ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ 100 ദിവസങ്ങൾ അതിൽ 50 ദിവസം GK പഠിക്കുന്നു, 20 ദിവസം കറണ്ട് അഫെയർ പഠിക്കുന്നു, 30 ദിവസം നമ്മൾ സയൻസ് പഠിക്കുന്നു. ആദ്യത്തെ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓരോ ഫേസിന് ശേഷവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി അനുസരിച്ച് ഓരോ ഫേസ് കഴിയുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനി റിവിഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആ ഫേസിൽ നമ്മൾ പഠിച്ചതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു റിവിഷൻ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ആ മോക്ക് ടെസ്റ്റുകൾ, ഈ സബ്ജക്ട്സിന്റെ മാത്രം മോക്ക് ടെസ്റ്റുകളും നമുക്ക് ഓരോ ഫേസുകളും കഴിയുമ്പോൾ ചെയ്ത് വേണമെങ്കിൽ പോകാം. പിന്നെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ, കാരണം എൻട്രി നിങ്ങൾക്ക് തരും, ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സ് എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അത് ഓൾഡ് SCERTയും ന്യൂ SCERTയും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. സോ SCERTക്ക് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഓരോ കണ്ടന്റും ഓരോ ടോപ്പിക്കും ഏത് ചാപ്റ്റേഴ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ചാപ്റ്ററിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്ററിന്, ഇപ്പൊ നിങ്ങൾ റിട്ടുകളെ കുറിച്ച് പഠിക്കണം, ഭരണഘടനയിൽ നിങ്ങൾ റിട്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ റിട്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ നോക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് നിങ്ങൾക്ക് തരുന്ന രീതിയിലായിരിക്കും നോട്ട്സ് ഒക്കെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. സോ SCERT മറന്നു പോകരുത്. SCERT ഏതൊരു ടോപ്പിക്കിനായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ ആദ്യത്തെ 100 ദിവസം ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഫേസിലെ 10 ദിവസങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൊതുജനാരോഗ്യമാണ്. എന്താ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്? പൊതുജനാരോഗ്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 30 ദിവസങ്ങളാണ്. 30 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മാത്സും മെന്റൽ എബിലിറ്റിയും ക്ലിയർ ചെയ്തിരിക്കണം. ആദ്യത്തെ 100 ദിവസങ്ങൾ GKയും കറണ്ട് അഫെയറും സയൻസുമാണ്. രണ്ടാമത്തെ ഫേസിലെ 10 ദിവസങ്ങൾ പൊതുജനാരോഗ്യത്തിനുള്ളതാണ്. മൂന്നാമത്തെ ഫേസിലെ 30 ദിവസങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് ഉള്ളതാണ്. ഏറ്റവും ഒടുവിൽ നാലാമത്തെ ഫേസിലെ 10 ദിവസങ്ങൾ, അല്ലെ, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഫൈനൽ ലാപ്പില് 10 ദിവസങ്ങൾ നിങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റിനു വേണ്ടി തയ്യാറാവുക. വെറുതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലടാ, നമ്മൾ പഠിച്ചാൽ ഒരിക്കലും മറക്കും. നിങ്ങൾക്കൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ്, നിങ്ങൾ പറയും പഠിച്ചത് മറന്നു പോകുന്നു, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിനി ആരായാലും മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ മറവി എന്ന് പറയുന്നത്. പഠിച്ചാൽ നമ്മൾ മറക്കും, ഉറപ്പായിട്ടും നമുക്ക് കാലാന്തരത്തിൽ മറവി സംഭവിക്കും. പക്ഷേ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചതിനെ നമ്മൾ വീണ്ടും 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 ഓർത്ത് നോക്കണം, റിവൈസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇങ്ങനെ വീണ്ടും 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 നമ്മൾ അതിലേക്ക് എത്തി നിന്നാൽ മാത്രമേ, നമ്മൾ ആ ഒരു കണക്ഷനിൽ നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നമ്മൾ പണ്ട് സിനിമാ പാട്ടൊക്കെ പഠിക്കില്ലേ? സിനിമാ പാട്ട് എങ്ങനെയാ പഠിക്കുന്നേ? വീണ്ടും 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 കേട്ട് പാടി പാടി നടന്ന് അങ്ങനെയാണ് അത് ബൈഹാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠന വിഷയങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത്. ഒരു തവണ പഠിച്ചാൽ അപ്പൊ ഓർമ്മ കാണും, 2 ദിവസം കഴിഞ്ഞ് അത് എടുത്തു നോക്കുമ്പോൾ ഒന്നും ഓർമ്മ കാണില്ല. സോ റിവിഷൻ ഇസ് എ മസ്റ്റ്. അപ്പൊ റിവിഷനെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി പഠിച്ചു, റിവിഷൻ ചെയ്തു, എന്നിട്ട് മാത്രം ബുക്ക് അടച്ചു വെച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെന്താ വേണ്ടത്? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാം എക്സാംസിന്റെ പാറ്റേൺ ഒക്കെ വളരെ അധികമായിട്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി തന്നെ നോക്കണം. പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പരീക്ഷ എഴുതി തന്നെ വേണം അതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ മോക്ക് ടെസ്റ്റുകളും PYQ അനാലിസിസും ഒരു പരിധി വരെ
നമ്മളെ സഹായിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു മുൻവർഷ ചോദ്യങ്ങളെ എടുത്തു വെച്ച് പഠിച്ചാൽ മാത്രം മതി, വേറൊന്നും നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടി വരില്ല എന്ന്. പക്ഷേ നമ്മുടെ PSC കുറെ കൂടെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ മുൻവർഷ ചോദ്യങ്ങളെ അതേപടി എടുത്ത് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഒന്നും ഇപ്പൊ നമുക്ക് അങ്ങനെ വിസിബിൾ അല്ല. സോ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പഠന വഴി എന്നുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്യാം, PYQs കാണാം. അത് മാത്രമേ ചോദിക്കൂ എന്ന് ഒരിക്കലും കരുതരുത്. PYQസും റിവിഷൻസും നമ്മുടെ ടോപ്പിക് റിവിഷൻസും അതേപടി SCERT നോളജും ഒക്കെ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്കൊരു PSC പരീക്ഷ എഴുതി നല്ല റാങ്ക് വാങ്ങി നല്ല മാർക്ക് വാങ്ങി നല്ല ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് നമ്മുടെ 4 ഫേസ് 150 ഡേയ്സ് ഓഫ് ടൈം ടേബിൾ. കമ്പനി ബോർഡ് LGSനെ ക്രാക്ക് ചെയ്യാനുള്ള 150 ദിവസത്തെ ടൈം ടേബിൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീണ്ടും ഡൗട്ട് കാണും, ഇതിനെ എങ്ങനെ പഠിക്കും അല്ലെ? ആദ്യത്തെ 50 ദിവസം പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ കടല് പോലെ കിടക്കല്ലേ. ഫിസിക്സും നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് സയൻസ് എന്ന് പറയുന്നത്. 30 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കും, ഏത് ദിവസം ഏത് പഠിക്കും എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അപ്പൊ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ഓരോരുത്തരുടെയും ഗ്രാസ്പിംഗ് ലെവല് ഓരോ തരത്തിലാണ്. നമ്മളൊക്കെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്. സോ നമുക്ക് എല്ലാവർക്കും പഠിക്കുന്നതിന് വേഗത കൂടുതലും കുറവും ഒക്കെയുള്ള മനുഷ്യരുണ്ടാകും. ഇപ്പൊ ഞാൻ പഠിച്ചു തീരുന്ന അത്ര വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ എനിക്ക് പറ്റണം എന്നില്ല. ഓരോ ടോപ്പിക്കുകളും ഇപ്പോ മാത്സ് എളുപ്പമുള്ളവരുണ്ടാകും, ചിലർക്ക് സയൻസ് ആയിരിക്കും എളുപ്പം, ചിലരിപ്പോ മറ്റുള്ള സബ്ജക്ട്സ് ഇപ്പൊ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഇഷ്ടമുള്ളവർ കാണും, അല്ല ജോഗ്രഫി ഇഷ്ടമുള്ളവർ കാണും. അപ്പൊ അതുകൊണ്ട് ഇന്ന ദിവസം ഇന്നത് പഠിച്ച് തീർക്കണം എന്നൊരു രീതിയിലുള്ളൊരു എന്താ പറയുന്ന ഒരു നിബന്ധന ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നില്ല. ഞാനൊരു റേഞ്ച് പറയാം, ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ, ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ടൈം ടേബിളിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇത് ഫ്ലെക്സിബിളും ആണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് 1 ആദ്യത്തെ 50 ദിവസങ്ങൾ മുഴുവൻ 100 ദിവസമാണ്. അതിൽ ആദ്യത്തെ 50 ദിവസങ്ങൾ നമ്മൾ പൊതുവിജ്ഞാനം GKക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതില് Day 1 to 5 ആദ്യത്തെ 5 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. സ്വാതന്ത്ര്യ സമരം, അതുമായി വന്നിട്ടുള്ള മുന്നേറ്റങ്ങള്, ബന്ധപ്പെട്ട വ്യക്തികള്, ഇവരെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് തയ്യാറാകണം. Day 1 to 5 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്തതാണ് 6ാമത്തെ ദിവസം മുതൽ 15ാമത്തെ ദിവസം വരെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. കാര്യം ഭരണഘടന, നമ്മുടെ പൗരന്മാരുടെ എന്താണ് സിറ്റിസൺഷിപ്പ് അല്ലെ, പൗരത്വം എന്താണ്, നമ്മുടെ അവകാശങ്ങളും കടമകളും, ഈ പറയുന്ന പോലെ തന്നെ ഭരണഘടനാ ഭേദഗതികള്, ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുതകള്, പ്രിയാമ്പിൾ, ആമുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ Day 6 to 15 6ാമത്തെ ദിവസം തൊട്ട് 15ാമത്തെ ദിവസം വരെ നിങ്ങൾ ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കുക. ഇനി 15ാമത്തെ ദിവസം മുതൽ 20ാമത്തെ ദിവസം വരെ നിങ്ങൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുക, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക. 15 മുതൽ 20 വരെ ഇതൊക്കെ 5 മാർക്കിന്റെ ടോപ്പിക്കുകളാണ്. നമുക്കറിയാം പൊതുവിജ്ഞാനം മൊത്തത്തിൽ 40 മാർക്കിനാണ് ചോദിക്കുന്നത്. അതില് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോർഷൻസ് 5 മാർക്കാണ്, ഭരണഘടന 5 മാർക്കാണ്, ഇന്ത്യൻ ജോഗ്രഫിയും 5 മാർക്കിനാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് സിലബസിൽ നിന്ന് വ്യക്തമാണ്. സോ Day 15 to 20 നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക. അടുത്തത് Day 20 to 30 അതായത് 20ാമത്തെ ദിവസം തൊട്ട് 30ാമത്തെ ദിവസം വരെ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയോ? നിങ്ങള് ഭൂമിശാസ്ത്രം, കേരള ജോഗ്രഫി പഠിക്കുക. കാര്യം കേരള ജോഗ്രഫി 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 40 മാർക്കിന്റെ GKയില് 10 മാർക്കും വരുന്നത് കേരള ജോഗ്രഫിയിൽ നിന്നാണ്. സോ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകള്, നമ്മുടെ നദികള്, കായലുകള്, ജലവൈദ്യുത പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, നമ്മുടെ മത്സ്യബന്ധനം, ഇങ്ങനെയുള്ള രംഗങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരണ ഉണ്ടാക്കണം. അതിനൊരു 10 ദിവസം നമ്മൾ മാറ്റിവെക്കുക. ഇനി 30ാമത്തെ ദിവസം അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് 35ാമത്തെ ദിവസം വരെ അടുത്ത നമ്മൾ നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കേരള നവോത്ഥാനവും നവോത്ഥാന നായകരെ കുറിച്ചുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആരെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നോക്കണം? നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ നോക്കേണ്ടതായിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികളെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥിരം ചോദ്യമാണ്, അദ്ദേഹത്തെ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പനെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ അധികം വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ ഇപ്പൊ സ്ഥിരം ചോദ്യങ്ങളാണ്. പൊയ്കയിൽ കുമാര ഗുരുദേവൻ, ഇപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ നോക്കേണ്ടതായിട്ടുണ്ട്? നവോത്ഥാനം, നവോത്ഥാന നായകർ, സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, SNDPയും NSSും അതുപോലെ അങ്ങനെയുള്ള എല്ലാ
നമ്മുടെ യോഗക്ഷേമ സഭയും അടക്കമുള്ള എല്ലാ സാമുദായിക നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കേണ്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളെ പറ്റിയിട്ടും ഒരു ധാരണ ഈ ഒരു സമയത്ത് ഉണ്ടാവണം. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ നവോത്ഥാനവും നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ നമ്മൾ അത് പഠിക്കുന്നു. ഇനി പിന്നീടുള്ള 5 ദിവസങ്ങൾ നമ്മൾ കലാ, സാഹിത്യം, സംസ്കാരം, കായികം തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിലേക്ക് മാറ്റി വെച്ചേക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് കലയും സാഹിത്യവും സംസ്കാരവും കായികവും ഒക്കെ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഏറെ ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 5 ദിവസം മാറ്റി വെക്കുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾ അടുത്ത 10 ദിവസങ്ങളാണ്. 5 ദിവസങ്ങളിൽ കലാ, സാഹിത്യം, സംസ്കാരം, കായികം നമ്മൾ പഠിക്കുന്നു. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, എക്കണോമിക്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടുള്ള 10 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. അങ്ങനെ 50 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ GK കംപ്ലീറ്റ് ചെയ്യുന്നു. ഓർത്തു നോക്കിയേടാ, 50 ദിവസം ആകുമ്പോഴത്തേക്കും GKയുടെ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. GKയുടെ ടോപ്പിക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ തുടക്കം ഒരു തവണയൊക്കെ നമ്മൾ ഒന്നാമത്തെ ദിവസമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും. കുറെ കാലമായിട്ട് നമ്മൾ മടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ബോറടിക്കും, അത് നമ്മളെടുത്ത് മാറ്റി വെക്കും, പിന്നെ പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഗ്രാജുവലി നമുക്ക് ആ പഠനത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് ആനുകാലിക വിഷയങ്ങൾ അല്ലെ. രണ്ടാമത്തെ 20 ദിവസങ്ങൾ, ഒന്നാമത്തെ ഫേസിലെ തുടർന്നുള്ള 20 ദിവസങ്ങൾ നമ്മൾ കറണ്ട് അഫെയറിനായിട്ടാണ് നീക്കി വെക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കേണ്ടത് ലാസ്റ്റ് 1 ഇയർ, കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫെയറിനെ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് എവിടെ നിന്ന് ചോദിച്ചാലും ഞാൻ ആൻസർ എഴുതും എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. പക്ഷേ അതിന് മുൻപുള്ള ഒരു വർഷം, നമ്മൾ ആനുകാലികങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ലാസ്റ്റ് 1 ഇയറിനെ പറ്റി പക്കായിട്ട് പഠിച്ചു വെക്കുക. അതിന് മുൻപുള്ള വർഷങ്ങളെ പറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് റിവിഷന്റെ ടൈമിൽ നോക്കാവുന്നതാണ്. സോ പഠിക്കുന്ന സമയങ്ങളിൽ, ടൈം ടേബിൾ ഇടുന്ന സമയങ്ങളിൽ ലാസ്റ്റ് 1 ഇയറിന്റെ ആനുകാലികങ്ങൾ, അവിടെ കലാ, സാഹിത്യം, സംസ്കാരം, കായികം, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകള്, അത് ദേശീയവും അന്തർദേശീയവും നമ്മുടെ കേരളത്തിൻ്റെതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അവസാനത്തെ ലാസ്റ്റ് 1 ഇയറിന്റെ കറണ്ട് അഫെയർ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കറണ്ട് അഫെയറിന്റെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഉത്തരം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, 20 ദിവസങ്ങളാണ് നമ്മൾ CAക്ക് വേണ്ടി ഇട്ടേക്കുന്നത്. അതിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ദേശീയവും നമ്മുടെ സംസ്ഥാനത്തെയും കാര്യങ്ങൾ, അതായത് നാഷണൽ ആൻഡ് കേരള റിലേറ്റഡ് ഫാക്റ്റുകളെയാണ്, കറണ്ട് അഫെയറുകളെയാണ് പഠിക്കേണ്ടത്. അടുത്ത 10 ദിവസങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് ഇന്റർനാഷണൽ ആയിട്ടുള്ള, അന്തർദേശീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സ്പോർട്സിലെയും അവാർഡുകളെയൊക്കെ പറ്റിയിട്ട്, ഗവൺമെന്റ് സ്കീമുകളെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് റെഫറൻസുകൾ നോക്കാം അല്ലെ. നമുക്ക് റാങ്ക് ഫയലുകൾ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ നോക്കാം. ഇനി നമുക്ക് ക്ലാസ് എടുത്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇതൊക്കെ ഒരു ഓപ്ഷൻ ആണ് അല്ലെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗവൺമെന്റ് സ്കീംസ് ഒക്കെ പഠിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നെ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് ഡെയിലി പത്രം വായിച്ചു പോവുക, അതൊരു കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പഠിക്കാനായിട്ട് നമുക്ക് കറണ്ട് അഫെയർ മാഗസിനുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കറണ്ട് അഫെയർ അങ്ങനെയാണ് സാധാരണ പഠിക്കുന്നത്. പിയർ ബുക്ക് പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കറണ്ട് അഫെയർ പഠിക്കാൻ ആശ്രയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഫേസിലെ അവസാനത്തെ 30 ദിവസങ്ങൾ നമ്മൾ സയൻസ് ആണ് പഠിക്കുന്നത്. സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5 ദിവസങ്ങൾ, 71ാമത്തെ ദിവസം തൊട്ട് 75ാമത്തെ ദിവസം വരെ നമ്മൾ ബയോളജിയാണ് പഠിക്കുന്നത്. ബയോളജിയിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും നമ്മുടെ വൈറ്റമിൻസും അവയുടെ ഡെഫിഷ്യൻസി ഡിസീസുകളും അല്ലെ, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണത്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ളത്. ജീവകങ്ങളോടൊപ്പം തന്നെ ധാതുക്കളെ കുറിച്ച് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നും പറഞ്ഞിട്ടല്ലേ നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പൊ സോഡിയത്തിന്റെ അളവ്, പൊട്ടാസ്യത്തിന്റെ അളവ്, കാൽഷ്യത്തിന്റെ അളവ്, ഇതൊക്കെ ധാതുക്കളാണ്, ശരീരത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. അപ്പൊ ഇവരുടെ ഒക്കെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കി വെക്കണം. സോ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പഠിക്കുമ്പോൾ ധാതുക്കളെ കുറിച്ചുകൂടി
പഠിക്കാനായിട്ട് ഓർത്ത് വെക്കുക. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഇനി അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് വനം, വനവിഭവം, അതുപോലെ തന്നെ കേരളത്തിലെ കാർഷിക വിളകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. കാരണം എപ്പോഴും ചോദിക്കും കാർഷിക വിളകളും അവയുടെ ഇനങ്ങളും, അല്ലെ, പ്രത്യേകിച്ചും അവയുടെ പയറിന്റെ ഇനങ്ങള്, മുളകിന്റെ ഇനങ്ങള്, ഇതൊക്കെ എപ്പോഴും, നെല്ലിന്റെ ഇനങ്ങള്, ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സോ അത് പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഇനിഷ്യേറ്റീവുകൾ, ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, പാരിസ്ഥിതിക മലിനീകരണം തടയുക അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സംരക്ഷണാർത്ഥമൊക്കെ ഉള്ളേ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരണ വരുത്തി വെക്കുക. നമുക്കിപ്പോ ദേശീയ അന്തർദേശീയ സമ്മിറ്റുകളൊക്കെ നടക്കാറുണ്ട്, കൂട്ടായ്മകളൊക്കെ ഉണ്ട് പരിസ്ഥിതി സംരക്ഷണാർത്ഥം. അതിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് അത് എന്ന് പറയുന്നത്. ഇനി അടുത്ത 10 ദിവസങ്ങൾ, അപ്പൊ ആ ഒരു ആദ്യത്തെ 10 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ബയോളജി പഠിക്കും. രണ്ടാമത്തെ 10 ദിവസം നമ്മൾ ഫിസിക്സിനായിട്ട്, ഭൗതിക ശാസ്ത്രത്തിനായിട്ടാണ് മാറ്റിവെക്കുന്നത്. അവിടെ നമ്മൾ ദ്രവ്യം, മാറ്റർ എന്താണെന്ന് പഠിക്കുന്നു, ഊർജത്തെ പറ്റി, എനർജിയെ പറ്റി പഠിക്കുന്നു, താപം, ഹീറ്റിനെ പറ്റി പഠിക്കാം, പ്രകാശത്തെ പറ്റിയിട്ട്, ലൈറ്റിനെ പറ്റി പഠിക്കണം, ശബ്ദം, ചലനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എവിടെ? നമ്മുടെ ഭൗതിക ശാസ്ത്രത്തില്. ഇപ്പൊ ചലനമൊക്കെ പഠിക്കുമ്പോൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങളൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതും ഓർത്ത് വെക്കുക. ഒപ്റ്റിക്സ് ഒക്കെ സ്ഥിരം ചോദ്യമാണ്. ഇപ്പൊ പ്രകാശം, അല്ലെ, ഒപ്റ്റിക്സിനകത്തു നിന്നൊക്കെ സ്ഥിരം ചോദ്യം വരുന്ന മേഖലകളാണ്. പിന്നെ അടുത്ത ലാസ്റ്റ് 10 ദിവസങ്ങൾ നമ്മൾ എടുക്കുന്നത് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്സും കെമിസ്ട്രിയും NCERT ലെവലിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭയപ്പെടുത്താനല്ല പറയുന്നത്, നമ്മൾ കരുതിയിരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ പഠനം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകളാണ്. അപ്പൊ ആറ്റം എന്താണെന്ന് പഠിക്കണം, മൂലകങ്ങളെ പറ്റി പഠിക്കണം, മൂലകങ്ങളുടെ വർഗീകരണം പഠിക്കണം, അല്ലെ, ഇപ്പൊ ഡൊബറൈനറുടെ ത്രികങ്ങളായിക്കോട്ടെ, അതുപോലെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അങ്ങനെയുള്ള, അതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ലോയും, അതുപോലെ തന്നെ പീരിയോഡിക് ലോയും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം, അല്ലെ. ആധുനിക പീരിയോഡിക് നിയമം അത് ആരുടേതാണ്, മെന്റലീവിന്റെ പീരിയോഡിക് നിയമത്തെ പറ്റി, പീരിയോഡിക് ടേബിളിനെ പറ്റി, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളെ പറ്റിയും, അതുപോലെ തന്നെ പീരീഡുകളെ പറ്റിയും, ഓരോ ഗ്രൂപ്പുകളുടെയും പേര്, അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ പറ്റി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഒരു ഹോട്ട് ഏരിയ, നമുക്ക് LGSന്റെ ഒരു ഹോട്ട് ഏരിയ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ലോഹങ്ങളും അവയുടെ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നത്. നമുക്കറിയാം മെറ്റലർജി, അല്ലെ, ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ്. അവിടെയാണ് അയിരുകളും ധാതുക്കളും, ഓരോ മെറ്റൽസിന്റെയും ഓറുകളും അവയുടെ മിനറൽസും ഏതാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതാണ്. അത് മെയിൻലി SCERT ഫോക്കസ്ഡ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും. പിന്നെയാണ് ഹൈഡ്രജനും ഓക്സിജനും വാട്ടറും. ഹൈഡ്രജനും ഓക്സിജനും അവ ചേരുന്ന ജലം എന്ന് പറയുന്ന സംയുക്തവും സ്ഥിരം ചോദ്യമാണ്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പ്രത്യേകതകള്. ഒരാള് തീ പിടിക്കാൻ സഹായിക്കുന്നുവാണെങ്കിൽ ഒരാള് തീ പിടിക്കുന്ന വാതകമാണ്, അല്ലെ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെങ്കിൽ ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, അല്ലെ. ഹൈഡ്രജൻ കത്തുന്ന വാതകവും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവും, ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഭാഗം. നമ്മളെ സോപ്പുകള്, ഡിറ്റർജന്റുകള്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം, ഇപ്പൊ വിനീഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രി റിലേറ്റഡ് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടത് ആ 10 ദിവസങ്ങളിലാണ് എന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, 10 ദിവസങ്ങളിലൊക്കെ ഇത് പഠിച്ചു തീരാൻ പറ്റുമോന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനൊരു റേഞ്ച് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. ഈ 10 ദിവസങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പഠിക്കാം. ഇപ്പൊ ആദ്യമേ ആറ്റവും മോളിക്യൂളും പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ഇപ്പൊ വിചാരിക്കുകയാണ് എനിക്ക് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ആണ് പഠിക്കാൻ താല്പര്യം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് പഠിക്കാം. ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. ഈ 10 ദിവസങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു സമയവും നിങ്ങളുടെ ഗ്രാസ്പിംഗ് കേപ്പബിലിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടുള്ള ചോയ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫേസ് 2 ഫേസ് 1 അങ്ങനെ അവിടെ കഴിയാണ്. ഫേസ് 2 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പൊതുജനാരോഗ്യമാണ് പഠിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും രോഗങ്ങൾ, രോഗകാരികൾ, സാംക്രമിക രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിനകത്ത് ഈ 10 മാർക്കിനകത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രോഗങ്ങൾ, രോഗകാരികൾ എന്നുള്ള ഭാഗവും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗവുമാണ്. ഏറ്റവും കൂടുതൽ ആ പദ്ധതികളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക.
അടുത്തതാണ് അടുത്ത 30 ദിവസങ്ങൾ അല്ലെ, ഫേസ് 3യിലെ 30 ദിവസങ്ങൾ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അതില് ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മാത്സ് ബേസിക് അരിത്തമെറ്റിക് പ്രാക്ടീസ് ചെയ്യുക. അവിടെയാണ് നമ്മൾ നമ്പേഴ്സിനെ പറ്റി, നമ്മുടെ LCMഉം HCFഉം പഠിക്കുന്നത്, ഭിന്നസംഖ്യകൾ അതായത് ഫ്രാക്ഷൻസിനെ പറ്റി, ദശാംശം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നീടുള്ള 10 ദിവസങ്ങളാണ് വർഗമൂലം, റൂട്ട് പഠിക്കുക, അതുപോലെ ലാഭവും നഷ്ടവും ആയി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പഠിക്കുക, സമയവും ദൂരവും, ശരാശരി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അടുത്ത 10 ദിവസത്തിലേക്ക് നിങ്ങൾ മാറ്റുക. അവസാനത്തെ 5 ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മാനസിക ശേഷി പരിശോധന. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും എന്ന് പറയുന്നത് ഇപ്പൊ പാറ്റേണുകൾ ആയിക്കോട്ടെ, ലെറ്റർ സീരീസുകൾ ആയിക്കോട്ടെ, നമ്പർ സീരീസുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ 5 ദിവസം അതിനായിട്ട് മെന്റൽ എബിലിറ്റിക്കും റീസണിങ്ങിനുമായി മാറ്റിവെക്കുക. മാത്സ് എന്ന് പറയുന്നത് വേഗം അല്ലെ, നമ്മുടെ സമയത്തെ കൊല്ലുന്ന ഒരാളാണ് ശരിക്കും. പരീക്ഷാ ഹാളില് സമയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് മാത്സിന്റെ പോർഷൻസ് എത്തുമ്പോഴാണ്. അപ്പോ വളരെ എഴഞ്ഞു നീങ്ങി ചെയ്യുന്ന ഒരാളാണ്. ട്രിക്കുകളും ടിപ്പുകളും ഒന്നും പരീക്ഷിക്കാതെ സ്ട്രെയിറ്റ് മെത്തേഡിൽ തന്നെ പ്രോബ്ലംസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ സമയത്തിനനുസരിച്ച് എത്തിച്ചേരാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോ പ്രാക്ടീസ് ടെസ്റ്റ് വേണം, സ്കിൽ ടെസ്റ്റ് വേണം. മാത്സ് വളരെ വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ ഒരു സ്കിൽ ടെസ്റ്റ്, ആ ഒരു പ്രൊഫിഷ്യൻസി നിങ്ങൾ നേടിയെടുക്കണം. സോ നമ്മൾ മാത്സ് പഠിക്കാൻ എടുത്ത 30 ദിവസങ്ങളിലെ അവസാനത്തെ 5 ദിവസങ്ങൾ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. മിക്സഡ് പ്രാക്ടീസ് ആയിരിക്കണം. മിക്സഡ് പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അവിടെ നമ്മുടെ മാത്സും മെന്റൽ എബിലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, ചോദ്യങ്ങള് മാറ്റിയും തിരിച്ചും ഒക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് PYQസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കേഷൻസിനെയോ ഒക്കെ ആശ്രയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ തന്നെ ഒരുപാട് ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ സ്പീഡാണ്, നിങ്ങളുടെ സ്കില്ലാണ്, എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്തെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ കുറെ കൂടി പോളിഷ് ആക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ഫേസ് 3യും അവിടെ കഴിഞ്ഞു. അപ്പൊ ഫേസ് 3 കഴിയുമ്പോഴേക്കും ആക്ച്വലി നമ്മൾ നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു, സിലബസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ഒറ്റത്തവണ പഠിച്ച സിലബസിനെ നമ്മൾ വീണ്ടും ഒന്ന് ഇരുത്തം വരുത്താൻ പോവാണ് അല്ലെ, നമ്മൾ അതിനൊന്ന് തറവാക്കാൻ പോവാണ്. അപ്പൊ അവസാനത്തെ 10 ദിവസങ്ങൾ 150ലെ അവസാനത്തെ 10 ദിവസങ്ങൾ നമ്മുടെ റിവിഷനും മോക്ക് ടെസ്റ്റുമാണ്. അവിടെ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളെയും റിവൈസ് ചെയ്യണം. നിങ്ങൾ PYQs ഒരു കുറഞ്ഞത് ഒരു 3 to 5 വർഷം കഴിഞ്ഞ ഒരു 3 to 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഹോട്ട് ഏരിയാസ് റിവൈസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഒരു ടൈം ടേബിൾ പറഞ്ഞപ്പോ തന്നെ കുറച്ചധികം ഏരിയാസ് ഭയങ്കര ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹോട്ട് ഏരിയാസ് ഒരുപാടുണ്ട്, അതിനെ വീണ്ടും റിവൈസ് ചെയ്യുക. അത് കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് 2 വർഷത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സബ്ജക്ട് പഠിച്ച സമയത്ത് അവസാനത്തെ 1 വർഷത്തെ ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫെയർ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അത് നന്നായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്കൊരു മുൻപുണ്ടായിരുന്ന ഒരു 2 വർഷത്തെ കറണ്ട് അഫെയറിനെ കുറിച്ച് കൂടി ഒരു ധാരണ, ഒരു സാമാന്യ ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കണം. ആ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ലാസ്റ്റ് 10 ദിവസങ്ങൾ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ 150 ദിവസങ്ങളെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ വളരെ നിസ്സാരമായിട്ടല്ല, ഇതൊക്കെ എനിക്ക് എന്ത് എളുപ്പമുള്ള കാര്യങ്ങളാണ്, നിസ്സാരം എന്നുള്ള മട്ടിൽ നമ്മൾ എവിടെ പോകും? പരീക്ഷാ ഹാളിലേക്ക് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ മുൻപ് പത്രം വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പഠനം തുടങ്ങുന്ന സമയത്ത് തന്നെ പത്രം വായിച്ചു തുടങ്ങുക. അന്നന്നത്തെ കറണ്ട് അഫെയറുകൾ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കറണ്ട് അഫെയർ പഠിക്കാൻ ഇരിക്കുമ്പോഴേ ബാക്കിയെല്ലാം പഠിക്കൂ എന്നുള്ളൊരു ഒരു ചിന്ത അങ്ങ് മാറ്റി വെക്കുക. അന്നന്നത്തെ കറണ്ട് അഫെയർ തന്നെ നോട്ട് ചെയ്ത് പോവുക. നമുക്ക് ഈ പത്രം വായിക്കുക എന്ന് പറയുന്നത് ഈ വളരെ കട്ടിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നതിന്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ പോലെ നിങ്ങൾ ആ പത്രവായനയെ കാണുക. അങ്ങനെ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഹോട്ട് ഏരിയാസ്, ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഫോക്കസ് ഏരിയാസിനെ പറ്റിയിട്ടൊക്കെയുള്ള അപ്ഡേറ്റുകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പൊ ഫോക്കസ് ഏരിയാസിനെ, ഹോട്ട് ഏരിയാസിനെ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തുടക്കത്തിലെ PYQs എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ റിവിഷന്റെ സമയത്ത് ചെയ്താൽ മതിയാകും. മോക്ക് ടെസ്റ്റുകളും PYQ ടെസ്റ്റ് സീരീസും ഒക്കെ അവസാന ഘട്ടത്തിലൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയാകും.
അപ്പോൾ നമ്മൾ ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഒക്ടോബറിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു, ഒക്ടോബറിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ 150 ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് റിവിഷൻ നടത്താൻ പറ്റും. അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം വരെയുള്ള സമയം നമ്മളെ സംബന്ധിച്ച് റിവിഷൻ വീണ്ടും റിവൈസ് ചെയ്ത് കൂടുതൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വളരെ കോൺഫിഡന്റ് ആവാൻ കിട്ടുന്ന ഒരു സമയമാണ് അല്ലെ, നമുക്ക് നമ്മളെങ്ങനെ രാഗി മിനുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, കൺസിസ്റ്റൻസിയും പ്രാക്ടീസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പരീക്ഷയും ഏതൊരു ഉദ്യമവും വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സോ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലുള്ള നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും പഠിച്ചതിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു പഠന വഴിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മടി പിടിക്കാതിരിക്കുക, മാറ്റിവെക്കുക അല്ലെ, നമ്മളെല്ലാം മാറ്റിവെച്ച് പിന്നത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. സോ ആ മാറ്റിവെക്കലുകളെ ദൂരേക്ക് എറിയുക. ഓക്കെ, എല്ലാം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എല്ലാം നാളെ നീളയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നിലേക്ക് മാറ്റുക. നമുക്കിനി മുന്നോട്ട് പോകാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുക. അപ്പൊ ഇത്രയും ദിവസത്തെ ടൈം ടേബിൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പഠിക്കണമല്ലോ, എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെ. ഇപ്പൊ ഭരണഘടന പഠിക്കാൻ പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പഠിക്കണം അല്ലെ, നമ്മള് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി മുതൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് വരെ എടുത്ത് മുന്നിൽ നിരത്തി വെച്ചിട്ട് എന്ത് പഠിക്കണമെന്ന് ആശങ്കപ്പെട്ടിരിക്കും. അപ്പൊ അതിനും ഒരു വഴി എൻട്രി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 150 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമുള്ള നോട്ടുകൾ, എക്സാം പാക്കുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി. ഒരു 150 ദിവസത്തെ ടൈം ടേബിൾ ഓൾറെഡി തന്നു, നോട്ട്സും തരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പാക്കുകളും തരുന്നുണ്ട്. ഇനി എന്ത് വേണം? പഠിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ എക്സാം പാക്കുകളും നോട്ടുകളും നമ്മുടെ ഈ ടൈം ടേബിളും ഒക്കെ കിട്ടാനായിട്ട് ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം. ആ ലിങ്കിൽ ഒരു ഗൂഗിൾ ഫോം അത് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറീസ് ഒക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഗൂഗിൾ ഫോമിന്റെ കാര്യം മറക്കണ്ട. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ ഈ ടൈം ടേബിളും ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും അതിന്റെ എക്സാം പാക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നമ്മൾ പഠിച്ചു തുടങ്ങും, നമ്മൾ ഇത് നേടുകയും ചെയ്യും. അപ്പൊ അടുത്തൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.